ഇപ്പോൾ ഓട്ടിസം അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ നമുക്ക് എനർജി കൊടുത്ത് മാറ്റാൻ നമുക്ക് കഴിയും. റെക്കി കൊണ്ട് ഒരുപാട് മാറ്റം വരുന്നത് കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ കാളി, ഭദ്രകാളി, ദേവി, ഭഗവതി. ഭഗവതിയാണ് ഇവിടെ വരുമ്പോൾ അത് ഏറ്റവും ഉയർന്ന ഫ്രീക്വൻസി ലെവലിലുള്ള ആ എനർജീനെയാണ് ഭഗവതി എന്ന് പറയാം. പ്രാണനെ കൊണ്ട് മാത്രമേ നമുക്ക് മനസ്സിനെ പിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മനസ്സിനെ നിയന്ത്രിച്ച് ശരീരം മുഴുവൻ എനർജിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ എനർജിയുടെ ബ്ലോക്കാണ് രോഗങ്ങൾക്കെല്ലാം കാരണം. അപ്പോൾ അത് മാനസികമായിട്ടുള്ള ബ്ലോക്ക് ആവാം, ശാരീരികമായിട്ടുള്ളതാവാം. അപ്പോൾ ബ്ലോക്ക് ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ എനർജി നമ്മുടെ ശരീരം മുഴുവൻ ഒരു മന്ദതാളത്തിലാണ് പോകുക. നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണല്ലോ നമ്മുടെ ഓരോ കോശങ്ങളും. ഇപ്പോൾ ബ്രെയിനിലാണെങ്കിൽ ബ്രെയിനിൻ്റെ പ്രവർത്തന ഫലമായിട്ട് അവിടെ ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ടാവുന്നുണ്ട്. അതിനെ അളക്കാനാണ് EEG, ഇലക്ട്രോ എൻസെഫലോ ഗ്രാം. ബ്രെയിനിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയെക്കാളും 60 മടങ്ങ് ശക്തമാണ് ഹാർട്ടിൽ നിന്നുണ്ടാകുന്ന പവർ. അപ്പോൾ അതൊരു അതിനെ അളക്കുന്നതിന് വേണ്ടി ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം. അപ്പോൾ ഇത് എനർജിയുടെ ആ ഒരു ഫ്രീക്വൻസിനെ അളക്കുന്നതിനുള്ള യന്ത്രം ആണത് നമ്മുടെ ബോഡിയിൽ. അതുപോലെ നമ്മൾ എക്സ്റേ ഉപയോഗിക്കുന്നു, ഒരുപാട് ഉപകരണങ്ങൾ ഇപ്പോൾ MRI സ്കാൻ ചെയ്യുന്നു. എല്ലാം ഇതുപോലെയാണല്ലോ. ആ കറണ്ട് ഉപയോഗിച്ചിട്ട് നമ്മുടെ ബോഡിയിലെ ഇലക്ട്രിക് കറണ്ടിൻ്റെ ആ പ്രവർത്തനത്തെ നമ്മൾ നോക്കുകയാണ് ചെയ്യാം. അപ്പോൾ ബോഡി കംപ്ലീറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് പവറാണ്. ഓരോ കോശങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങൾ അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ, സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതും ഈ ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ചിട്ടാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് അവിടെ സഞ്ചരിക്കുന്നത്. അതേപോലെ ബ്രെയിനിൽ നിന്നും ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലേക്കും ഓരോ അവയവങ്ങളിലേക്കും കൈവിരലുകൾ വരെ, അതുപോലെ ഇവിടുന്ന് തിരിച്ചങ്ങോട്ടും ആ വിവരങ്ങളെ അയക്കുന്നതും ഇലക്ട്രോ മാഗ്നറ്റിക് പവറിലൂടെയാണ്. ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അയണീകരണം പഠിച്ചിട്ടുണ്ട് അല്ലേ? സോഡിയം, പൊട്ടാസ്യം അയോൺസിൻ്റെ ചലനത്തിലൂടെയാണ് ഇത് സംഭവിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഈ എനർജി ഫീൽഡ് ഉണ്ടെങ്കിലും അതിനെവിടെയെങ്കിലും ബ്ലോക്ക് വരാം. ഉദാഹരണം, പെട്ടെന്ന് ഒരു ആഹാരം നമുക്ക് പറ്റാത്തത് കഴിക്കുമ്പോൾ ഉടനെ വയറ് സ്തംഭിക്കുന്നു. നമുക്ക് പെട്ടെന്നൊരു സങ്കടമുള്ള വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഇവിടെ എന്തോ ഒരു ഭാരം കയറ്റി വെച്ചതുപോലെ. ടെൻഷൻ ഉണ്ടാവുകയാണെങ്കിൽ ബ്രെയിനിലാണ് ടെൻഷൻ ഉണ്ടാവുക. നമുക്ക് ആ ഒരു ഭാരം തലയ്ക്ക് തോന്നും, തലവേദന ഉണ്ടാവാം. ഇങ്ങനെ ഓരോ ബാഹ്യമായിട്ടുള്ള ഈ ഇമോഷൻസ് കൊണ്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നുണ്ട് എനർജിയുടെ പെട്ടെന്നൊരു ബ്ലോക്ക് വരും. നമ്മുടെ ശരീരത്തിൽ ഈ നമ്മുടെ ബയോമാഗ്നറ്റിക് എനർജി ഇത് മന്ദതാളത്തിൽ സഞ്ചരിക്കുന്നു. ഇപ്പം നമ്മളുടെ പൾസ് നമുക്ക് നോക്കുമ്പോൾ അതിന് പ്രത്യേക താളം ഉണ്ടല്ലേ, ഹൃദയതാളം. അതിന് നമ്മൾ ഹൃദയതാളം എന്നൊക്കെ ഒരു സാഹിത്യ ഭാഷയിൽ പറയും. അപ്പോൾ ഇങ്ങനെ താളാത്മകമായിട്ട് പോകുന്ന നമ്മുടെ ശരീരത്തിലെ ബയോമാഗ്നറ്റിക് എനർജി ഫീൽഡിന് അത് ബാഹ്യമായിട്ടും ആന്തരികമായിട്ടുമുള്ള കാരണങ്ങൾ കൊണ്ട് വ്യത്യാസം വരാം. ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരു നമ്മൾ ആരോടെങ്കിലും നമ്മൾ ദേഷ്യപ്പെട്ടു, ദേഷ്യത്തോടെ നോക്കിയാൽ മതി, പെട്ടെന്ന് ഇവിടെ വൈബ്രേഷൻ വരും ഇല്ലേ? പെട്ടെന്ന് ഇതിന് വ്യത്യാസം വരും. സങ്കടം വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ, കോപം വരുമ്പോൾ, അങ്ങനെ നമ്മുടെ ഇമോഷൻസിനനുസരിച്ചിട്ട് ആ താളത്തിന് വ്യത്യാസം വരും. ഹൃദയത്തിൻ്റെ ഇടിപ്പിന് വ്യത്യാസം വരും, പൾസിന് വ്യത്യാസം വരും. ഇപ്പോൾ ഒരു ഓഫീസിൽ നമ്മൾ വഴക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെയും വരും, ഇവിടെയും വരും. ജോലിയുടെ ടെൻഷൻ കാരണം ഇവിടെയാണ് വരിക. അങ്ങനെ ഒരു ചെറിയ ചെറിയ വ്യത്യാസം കൊണ്ട് തന്നെ നമ്മുടെ താളം തെറ്റും. അപ്പോൾ ഇങ്ങനെ ബാഹ്യമായിട്ടും ആന്തരികമായിട്ടുമൊക്കെ ഈ താളം തെറ്റൽ ക്രമേണ രോഗത്തിലേക്ക് നയിക്കാം. അപ്പം എനർജിയുടെ താളം തെറ്റുന്നതാണ് പറയില്ലേ, മനസ്സിൻ്റെ താളം തെറ്റി ഭ്രാന്തായി എന്നൊക്കെ പറയും. അതുപോലെ ജന്മന ന്യൂറോൺസിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഫിസിക്കൽ ആൻഡ് ഒരു കറണ്ടിൻ്റെയും അതുപോലെ ഇലക്ട്രിക് കെമിക്കൽ ആക്ഷൻസ് ഒക്കെ ഉണ്ട് ഈ വിവരം കൈമാറ്റം ചെയ്യുന്ന ന്യൂറോൺസിൻ്റെ ഇടയ്ക്ക് തമ്മിൽ. അപ്പം അതിനൊക്കെ ചെറിയ വ്യത്യാസം വന്നാൽ മതി. അപ്പോഴാണ് ഈ സെറിബ്രൽ പാൾസി, അതുപോലെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ഓട്ടിസം അങ്ങനെയൊക്കെ വരുന്നത്. എപ്പിലെപ്സിയൊക്കെ വരുന്നില്ലേ, അതൊക്കെ അങ്ങനെയാണ്. ബ്രെയിനിലെ ചെറിയൊരു വ്യത്യാസത്തിലാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എനർജി തന്നെ കൊടുത്തിട്ട് മാറ്റാം. എന്നുവെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, പ്രാണായാമം ചെയ്യുമ്പോൾ,
ഒക്കെ ഇപ്പോൾ പ്രാണായാമം അതായത് ഇപ്പോൾ ഓട്ടിസം അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ നമുക്ക് എനർജി കൊടുത്ത് മാറ്റാൻ നമുക്ക് കഴിയും. റെക്കി കൊണ്ട് ഒരുപാട് മാറ്റം വരുന്നത് കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരാറുണ്ട്. ഉം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഹീലിംഗ് ഉണ്ട്. ഞാൻ തന്നെ ഹീൽ ചെയ്യല്ല, ഒരു കുട്ടിക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരുടെ അമ്മമാർ റെക്കി എടുക്കും. ഉം. അച്ഛനും അമ്മയും എടുത്തവരും ഉണ്ട്, അമ്മമാർ മാത്രം എടുത്തവരും ഉണ്ട്. അപ്പം നിരന്തരം കുട്ടികൾക്ക് ഹീലിംഗ് കൊടുക്കുകയും അവർക്ക് ഒരുപാട് മാറ്റം വരുന്നത് കാണുകയും ചെയ്യും. ഒരുപാട് ഓവറായിട്ട് ഇങ്ങനെ ആക്റ്റീവായിട്ടുള്ള കുട്ടികളില്ലേ, അതെ. അപ്പം അങ്ങനെയുള്ള കുട്ടികളൊക്കെ കുറച്ച് അവരുടെ പ്രവർത്തനങ്ങളിൽ സമാധാനം വരാനും ഒക്കെ റേക്കി കൊടുക്കാം. ഒരുപാട് മാറ്റം വരും. പാർക്കിൻസോണിസം, അൾഷിമേഴ്സ് അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് മാറ്റം വരുത്താം. ഇതൊക്കെ ബ്രെയിനിലുണ്ടാകുന്ന ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ ചില ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിൽ വരുന്നതാണ്. അപ്പോൾ ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിലൊക്കെ നമുക്ക് മാറ്റം വരുത്താം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് മാസ്റ്റർ ഓഫ് ഗ്ലാൻഡ്. അപ്പോൾ അവിടെയൊക്കെ ആ ഒരു നമ്മൾ ഈ മന്ദതാളത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി, പ്രവർത്തനങ്ങളെല്ലാം നോർമലാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ എനർജിയുടെ ലെവൽ നമ്മൾ കറക്റ്റ് ചെയ്യുന്നു, ആ മന്ദതാളത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മൾ പ്രാണായാമം ചെയ്യുമ്പോൾ, പ്രാണായാമം ചെയ്യുന്ന വെച്ചാൽ പ്രാണനും മനസ്സും ഒരുമിച്ചേ നിൽക്കുകയുള്ളൂ. കാരണം മനസ്സ് എനർജിയാണ്, പ്രാണനും എനർജിയാണ്. നമ്മൾ ശ്വാസം എടുക്കുന്നില്ലേ, ഇത് വേറെ ഓക്സിജൻ അല്ല, പ്രാണനാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാണവായു എന്ന് പറയാൻ കാരണം. അപ്പോൾ പ്രാണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനാണ്, അത് ഇവിടുന്നാണ് വരുന്നത്. അപ്പോൾ അതിന് മനസ്സും പ്രാണനും തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ദേഷ്യം വരുമ്പോൾ ശ്വാസഗതിക്ക് വ്യത്യാസം വരും, ഇമോഷൻസിനനുസരിച്ചിട്ട് ശ്വാസഗതിക്ക് വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെ ആ പ്രാണനെ കൊണ്ട് മാത്രമേ നമുക്ക് മനസ്സിനെ പിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിലുള്ള അബ്നോർമലായിട്ടുള്ള താളങ്ങൾക്ക് വ്യത്യാസം വരും. പിന്നെ ധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോൾ മൂലാധാരം മുതൽ ഈ 7 ചക്രാസിനും ഓരോ ചക്രാസിനും പ്രത്യേക ഫ്രീക്വൻസിയാണുള്ളത്. ഇപ്പോൾ സരിഗമ പധനി 7 സ്വരങ്ങളും നമ്മുടെ മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള ചക്രാസിൻ്റെ ഫ്രീക്വൻസിക്ക് സമാനം ആണ്. പിന്നെ നമ്മൾ ചക്ര മെഡിറ്റേഷൻ ഉണ്ടല്ലോ, ചക്രാസിൻ്റെ ലം വം രം യം ഹം ഹം ഓം അങ്ങനെ 7 ബീജാക്ഷരങ്ങളുണ്ട്, ബീജമന്ത്രങ്ങളെന്ന് പറയും. ആ ബീജമന്ത്രങ്ങളുടെ ഫ്രീക്വൻസിയും ഈ 7 ചക്രാസിന് സമാനം ആണ്. അപ്പോൾ ഈ ഓരോ ചക്രങ്ങളുടെയും ഫ്രീക്വൻസി അനുസരിച്ച് നമ്മൾ ഇത് ചെയ്ത് വരുമ്പോഴേക്കും ചക്രങ്ങളെല്ലാം പവർഫുൾ ആകുന്നു. പിന്നെ ഇത് ബേസിക് ആയിട്ടുള്ള മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം ബേസിക് ആയിട്ടുള്ളതും, അതായത് നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, അത് ഫിസിയോളജിക്കൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഫങ്ഷനെല്ലാം ബേസിക് തലം, എല്ലാ മൃഗങ്ങളും എല്ലാ മനുഷ്യരിലും ഒക്കെ ഉള്ളൊരു തലം തന്നെയാണ്. പക്ഷേ ഇത് വരുമ്പോൾ മാനസിക തലമാണ്, കുറച്ചുകൂടി ഉയർന്നു. ഇത് വരുമ്പോൾ ഈശ്വരീയ തലമാണ്. എന്നുവെച്ചാൽ ഈ ഫ്രീക്വൻസിക്ക് വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ ദേവതകൾക്ക് ഈ പ്രപഞ്ച ശക്തിനെയാണല്ലോ ദേവി എന്ന് പറയുക. അപ്പോൾ കാളി, ഭദ്രകാളി, ദേവി, ഭഗവതിയാണ് ഇവിടെ വരുമ്പോൾ അത് ഏറ്റവും ഉയർന്ന ഫ്രീക്വൻസി ലെവലിലുള്ള ആ എനർജീനെയാണ് ഭഗവതി എന്ന് പറയുക. അപ്പോൾ അത് ഏറ്റവും ഉയർന്ന തലം ആണ്. നമ്മളപ്പോൾ ഈ താഴത്തെ ലെവലിൽ നിന്നും ഉയർന്ന് ഭഗവതി എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് എത്തണം. അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഫ്രീക്വൻസിയുടെ ഹൈ ലെവലാണ്. അത് നമ്മൾ നിരന്തരം പ്രാണായാമവും മെഡിറ്റേഷനും ഒക്കെ ചെയ്ത് നമ്മൾ ആ ഒരു ലെവലിലേക്ക് വരണം. അങ്ങനെ വരുമ്പോഴാണ് ഇപ്പോൾ ഈ യോഗാവസ്ഥ, ആനന്ദം എന്നൊക്കെ പറയുന്നൊരു ലെവലുണ്ടല്ലോ. ഇപ്പോൾ യോഗികൾ, ഏറ്റവും ഉയർന്ന തലത്തിൽ ജീവിക്കുന്ന യോഗികൾ, അവരുടെ പിന്നെ ഏതൊക്കെ ആ ഒരു ഡയമെൻഷൻസ് വ്യത്യാസം വരും അല്ലേ. നമ്മളിപ്പോൾ 3 ഡയമെൻഷൻ വരെ കാണുന്നുള്ളൂ എങ്കിൽ അവർ 9 അല്ലെങ്കിൽ 14 ഡയമെൻഷൻ വരെയൊക്കെ കാണുന്നവർ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പം ഈ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ സെൽസ് എല്ലാം കൂടുതൽ പ്രവർത്തനക്ഷമമാകുമ്പോൾ സംഭവിക്കുന്നതാണ്. നമ്മുടെ ബ്രെയിൻ സെൽസ് എല്ലാത്തിനെയും നിരത്തി വെച്ചാൽ ആകാശത്തോളം ഉണ്ടാകും എന്നാണല്ലോ. അപ്പം അത്രയും പവർ നമ്മുടെ ബ്രെയിനുണ്ട്. ആകാശത്തോളം അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും അറിവുകളും സൂക്ഷിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ബ്രെയിൻ, നമ്മളതിൻ്റെ ഒന്നും പവർ നമ്മൾ കണ്ടെത്തിയിട്ടില്ല ശരിക്കും. നോർമലായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് അവിടെയൊന്നും
തിരിച്ചറിയാനേ പറ്റണില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത്. നമ്മൾ എത്രമാത്രം ഉദാത്തമായ ഒരു സൃഷ്ടിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് നമ്മൾ നമ്മളെ തന്നെ അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് മഹർഷിമാർ പറഞ്ഞത്, യോഗികൾ പറയുന്നത് ഉള്ളിലേക്ക് നോക്കുക.